ഇരിങ്ങാലക്കുട നഗരസഭ ഇനി അതിദാരിദ്ര്യമുക്ത നഗരസഭ. ശനിയാഴ്ച ചേർന്ന മുനിസിപ്പൽ കൗൺസിൽ യോഗമാണ് ഇരിങ്ങാലക്കുട നഗരസഭ നടപ്പിലാക്കിയ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ മൈക്രോ പ്ലാനിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അതിദാരിദ്ര്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചത്. മൈക്രോ പ്ലാൻ പ്രകാരം 163 ഗുണഭോക്താക്കൾക്കാണ് സേവനങ്ങൾ ലഭ്യമാക്കിയത്. അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യ സേവനങ്ങൾ, ഉജ്ജീവനം പദ്ധതി വഴി വരുമാനം, വീട് നിർമ്മാണത്തിനും പുനരുദ്ധാരണത്തിനും ആനുകൂല്യങ്ങൾ, റേഷൻ കാർഡ്, ആധാർ കാർഡ് തുടങ്ങിയ അവകാശ രേഖകൾ ലഭ്യമാക്കൽ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭ്യമാക്കൽ, ചലന സഹായ ഉപകരണങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയ സേവനങ്ങളാണ് നഗരസഭയിൽ നിന്നും ലഭ്യമാക്കിയത്. നഗരസഭയിൽ നിന്നും കരാറുകാർക്ക് ചെയ്ത പ്രവൃത്തികളുടെ പണം നൽകാൻ തയ്യാറാകാത്തതുകൊണ്ട് പുതിയ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകുന്നില്ലെന്ന് മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ അംഗങ്ങളുടെ വിമർശനം ഉയർന്നു. ബില്ലുകൾ തയ്യാറാക്കി നൽകാത്തതിനാൽ കരാറുകാർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. കൗൺസിൽ കാലാവധി തീരാനിരിക്കെ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് പോകാൻ കഴിയണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5-ാം വാർഡിലെ കണക്കൻകുളം, 35-ാം വാർഡിലെ തുറുകായ്ക്കുളം എന്നിവ നവീകരിക്കുന്നതിനും മുനിസിപ്പൽ കൗൺസിൽ യോഗം അംഗീകാരം നൽകി. KSTPയുടെ റോഡ് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ശുദ്ധജല വിതരണം മുടങ്ങിയ തളിയക്കോണം, കരുവന്നൂർ പ്രദേശങ്ങളിൽ അടിയന്തരമായി ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് BJP അംഗം TK ഷാജു ആവശ്യപ്പെട്ടു. മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് KR വിജയ, CC ഷിബിൻ, അംബിക പള്ളിപ്പുറത്ത്, ജസ്റ്റിൻ ജോൺ, സന്തോഷ് ബോബൻ എന്നിവർ പ്രസംഗിച്ചു. കുളിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ ഫുൾ ചെടിയാണ്, അതിൽ മുഴുവൻ ചെടിയാണ്. ആ ചെടി മാറ്റുകയും അതുപോലെ തന്നെ ആ കുളത്തിന്റെ സൈഡില് തുറയായിക്കുളം മുത്തി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിഷ്ഠ പുറത്തിട്ടുണ്ട്. അതിന്റെ സൈഡിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് വ്യക്തിയാണോ പരാതി കൊടുത്തിട്ടുള്ളത്? പരാതി വ്യക്തിയാണോ കൊടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഇന്റൻഷൻ ഉണ്ടാവും. അത് പോസിറ്റീവ് ഇന്റൻഷൻ ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ഇത് ഒരാളുടെ വീടിന്റെ മുന്നിൽ മാത്രം പറയുന്നത് 2-ാം വാർഡാണെന്ന് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു നമ്മൾ അതും കൂടി നോക്കണ്ട നമ്മള്. അങ്ങനെ വരുമ്പോ അത് ചെയ്യാൻ പറ്റുമോ? ഈ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഈ ഫണ്ട് കളയണ്ട, നമുക്കത് ചെയ്യാം എന്നുള്ളതാണ്.